ഹലോ ഗൈസ്, ഞാൻ ജഗത്താണ്. എല്ലാവരും എൻ്റെ അമ്മയോട് ചോദിക്കുക ഞാൻ രാത്രി ഉറങ്ങുമില്ലയോ എന്ന്. ഞാൻ രാത്രി ഉറങ്ങും ഗൈസ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നമ്മച്ചിയാണ് കാരണം. ഇതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മച്ചിയുടെ തീവ്രമായ ഇടപെടലുകൾ ഉണ്ട് ഗൈസ്. രാത്രിയിലെ സെക്യൂരിറ്റിയും പണിയും കഴിഞ്ഞ് പകൽ ഒരു പോള കണ്ണുടയ്ക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ അമ്മച്ചി സമ്മതിക്കില്ല. ഞാനന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്ക് ഗൈസ് എൻ്റെ അമ്മച്ചിക്ക് അപ്പോഴും തന്നെ തേങ്ങ ചിരവണം, പാത്രം ഇട്ട് ഉരച്ചൊരച്ച് തോരനുണ്ടാക്കണം. അതും പോരാഞ്ഞിട്ട് ഇഞ്ചി ഇങ്ങനെ നാലായിട്ട് വെട്ടി മുറിച്ച് സൗണ്ട് ഉണ്ടാക്കണം. പിന്നെ ഇടിച്ചിടിച്ചിടിച്ച് അതിൻ്റെ ചാറ് പിഴിയണം. പാതി മയക്കത്തിലിരിക്കുന്ന ഞാൻ ഈ ഒരു സൗണ്ടും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ള ഉറക്കം കൂടെ പോകും. എന്നാലും ഞാൻ പിടിച്ച് നിൽക്കും ഗൈസ്. അപ്പോഴിതാ കത്തിയായിട്ട് വരും. കത്തി ഇങ്ങനെ വെറുതെ ടേബിളിൽ ഉരയ്ക്കുന്നത് അമ്മച്ചിയുടെ സ്ഥിരം ഹോബിയാണ്. അങ്ങനെ ഫസ്റ്റ് ഷെഡ്യൂളിൽ എൻ്റെ ഉറക്കം മുഴുവൻ പോയി. പിന്നീട് എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഉറക്കി കിടത്തി വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മച്ചി അടുത്ത യന്ത്രമായിട്ട് വരും, മിക്സി. ഇതിൻ്റെ സൗണ്ട് എനിക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ് ഗൈസ്. ഇത് താണ്ടി ഞാൻ പോകില്ല ഗൈസ്. പിന്നെ ഞാൻ കരച്ചിലായി ബഹളമായി വീട് ഞാൻ രണ്ടാക്കി വെക്കും ഗൈസ്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അമ്മച്ചി വന്ന് എന്നോട് ചോദിക്കും, പകല് എന്താ നീ ഉറങ്ങാത്തേന്ന്. എങ്ങനെ ഉറങ്ങും ഗൈസ്? ഈ സൗണ്ട് എല്ലാം കൂടെ കേട്ട് ഞാൻ എങ്ങനെ ഉറങ്ങും? നിങ്ങൾ തന്നെ പറ. ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. ഇതിനേക്കാൾ മെയിനായിട്ടൊരു സാധനം ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നു ഗൈസ്. പാത്രം തറയിലിട്ട് പൊട്ടിക്കും. എൻ്റെ അമ്മച്ചിയുടെ ഇത് ഇഷ്ടം പോലെ പാത്രമുണ്ട് ഗൈസ്. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങളും ഒളിപ്പിച്ച് വയ്ക്കാത്ത പാത്രങ്ങളും. ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഏകദേശം അതിനകത്തൊരു തീരുമാനവും. അമ്മച്ചിയുടെ സ്ഥിര ഹോബിയാണ് പാത്രം തറയിലിട്ട് പൊട്ടിക്കുക. അമ്മച്ചി പറയുന്നത് കാൽഷ്യത്തിന് കുറവായതുകൊണ്ട് കയ്യിൽ നിന്ന് പാത്രം തെന്നി വീഴുന്നു എന്നാണ്. ഇതൊക്കെ കൊണ്ടാണ് ഗൈസ് ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നത്. എന്നാൽ പിന്നെ വേറൊന്നുമില്ല ഗൈസ്, ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ.